നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. പ്രധാന വാർത്തകൾ. ലോക വ്യാപാര യുദ്ധത്തിൽ യുഎസിനെതിരെ പ്രതിരോധം തീർക്കാൻ കളത്തിലിറങ്ങി ചൈന. അയൽ രാജ്യങ്ങളെ ഒപ്പം കൂട്ടും. അമേരിക്ക നടപ്പാക്കിയ പകരച്ചുങ്കം പൂർണ്ണമായി റദ്ദാക്കണമെന്ന് ചൈന. സുഡാനിലെ സൈന്യത്തിനെതിരെ നീങ്ങുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ ആക്രമണങ്ങളിൽ 200-ലധികം സാധാരണക്കാരെ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. പുടിൻ എന്താണ് ചെയ്തതെന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ ട്രംപിനോട് ഉക്രൈൻ സന്ദർശിക്കാൻ ആവശ്യപ്പെട്ട് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. കുവൈറ്റിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ പുതുക്കുന്നതിനുള്ള ഫീസ് ഇരട്ടിയാക്കി. എമിറേറ്റിൽ കഴിഞ്ഞ 18 വർഷത്തിനിടെ റോഡ് അപകട മരണങ്ങളിൽ 90% കുറവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ. സൗദിയുടെ വിവിധ മേഖലകൾ ലഹരിവേട്ടയും അനധികൃത കള്ളക്കടത്തും പിടികൂടുന്നത് തുടരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട മെഹുൽ ചോംസ്കി അറസ്റ്റിൽ. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം ബെൽജിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് മേൽ നടപടിയെടുക്കുന്നതിന് ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധന ഹർജി നൽകിയേക്കും. ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ കുരുത്തോല പ്രദർശനത്തിനുള്ള അനുമതി നിഷേധിച്ച പോലീസ്. നടപടി പ്രതിഷേധാർഹമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. ലോക വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ചൈനയ്ക്കൊപ്പം യുഎസ് ഉയർന്ന താരിഫ് അടിച്ചേൽപ്പിച്ച അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി യുഎസിനെതിരെ വ്യാപാര പ്രതിരോധം തീർക്കാൻ കളത്തിലിറങ്ങി ചൈന. തങ്ങളുടെ ഏകാധിപത്യ മനോഭാവം മാറ്റിവെച്ച് അയൽ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി അവരെ തങ്ങൾക്കൊപ്പം നിർത്തുകയാണ് ലക്ഷ്യം. ആദ്യപടിയെന്നോണം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തിങ്കളാഴ്ച വിയറ്റ്നാം സന്ദർശിക്കും. തുടർന്ന് മലേഷ്യയിലേക്കും കംബോഡിയയിലേക്കും പോകും. ഉൽപാദന ശക്തി കേന്ദ്രമായ വിയറ്റ്നാമും സമ്പദ്വ്യവസ്ഥയ്ക്ക് നിർണായകമായ വസ്ത്ര പാദരക്ഷ മേഖലകളായ കംബോഡിയയും യഥാക്രമം 46%, 49% എന്ന തരത്തിൽ യുഎസ് തീരുവകൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. റെയിൽവേ ശൃംഖല വികസിപ്പിക്കുന്നതിനുള്ള നിക്ഷേപ സഹകരണ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ചൈന തിങ്കളാഴ്ച വിയറ്റ്നാമുമായി ഡസൻ കണക്കിന് കരാറുകൾ ഒപ്പുവെക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. വാഷിംഗ്ടൺ കയറ്റുമതിക്കായി ആശ്രയിക്കുന്ന തെക്കുകിഴക്കൻ ഏഷ്യയിലുടനീളം കനത്ത തീരുവ ചുമത്തുകയും പിന്നീട് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തതോടെ ഈ രാജ്യങ്ങളുടെ യുഎസ് വിരുദ്ധ നിലപാട് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുതലെടുത്ത് ചൈനീസ് പ്രസിഡന്റ് ഈ സന്ദർശനം തങ്ങൾക്ക് സ്ഥിരതയുള്ള ഒരു പങ്കാളിയാണെന്ന ധാരണയുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ്. അമേരിക്ക നടപ്പാക്കിയ പകരച്ചുങ്കം പൂർണ്ണമായി റദ്ദാക്കണമെന്ന ആവശ്യവുമായി ചൈന. യുഎസ് തങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ ഒരു വലിയ ചുവടുവെപ്പ് നടത്തണമെന്നും പകരച്ചുങ്കം എന്ന തെറ്റായ രീതി പൂർണ്ണമായും റദ്ദാക്കണമെന്നും പരസ്പര ബഹുമാനത്തിന്റെ ശരിയായ പാതയിലേക്ക് മടങ്ങണമെന്നും അഭ്യർത്ഥിക്കുന്നതായി ചൈനീസ് വാണിജ്യ മന്ത്രാലയ വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മറ്റ് ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയെ പകരച്ചുങ്കത്തിൽ നിന്നും അമേരിക്ക ഒഴിവാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചൈനീസ് വാണിജ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന. ട്രംപിന്റെ താരിഫ് ഭീഷണികളെ വെറും തമാശ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ചൈന നേരത്തെ ലോക വ്യാപാര സംഘടനയിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. സുഡാനിലെ സൈന്യത്തിനെതിരെ നീങ്ങുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അർദ്ധസൈനികർ സുഡാനീസ് സൈന്യത്തിന്റെ കയ്യിലുള്ള എൽ ഫാഷർ നഗരത്തിന് ചുറ്റുമായി നടത്തിയ ആക്രമണങ്ങളിൽ 200-ലധികം സാധാരണക്കാരെ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. എൽ ഫാഷറിലേക്കുള്ള വഴിയിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചെടുത്ത കഡാഡ എന്ന പട്ടണത്തിൽ നിന്നും 2 ദിവസത്തെ ആക്രമണത്തിനിടെ കുറഞ്ഞത് 56 സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു. സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം ഏകദേശം 2 വർഷം മുമ്പ് ആരംഭിച്ചതിനു ശേഷം ഡാർഫർ മേഖലയിൽ ഏറ്റവും മോശമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പുടിൻ എന്താണ് ചെയ്തതെന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ ഡൊണാൾഡ് ട്രംപിനോട് ഉക്രൈൻ സന്ദർശിക്കാൻ ആവശ്യപ്പെട്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾക്കും ചർച്ചകൾക്കും മുമ്പ് ദയവായി റഷ്യൻ ആക്രമണത്തിന്റെ ഇരകളായ സാധാരണക്കാരെയും യോദ്ധാക്കളെയും ആശുപത്രികളെയും പള്ളികളെയും കാണാൻ ട്രംപ് എത്തണമെന്നാണ് സെലൻസ്കി പറഞ്ഞത്. ഞായറാഴ്ച രാവിലെ സുമിയയിൽ റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ കുറഞ്ഞത് 34 പേർ കൊല്ലപ്പെട്ടു, 83 പേർക്ക് പരിക്കേറ്റു. പാം ഞായറാഴ്ച ആചരണത്തിനായി പള്ളിയിലേക്ക് പോയ ഉക്രൈനികളുടെ നേർക്ക് തിരക്കേറിയ നഗരമധ്യത്തിൽ 2 മിസൈലുകൾ പതിക്കുകയായിരുന്നു. റഷ്യയുടെ മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ സഖ്യകക്ഷികളോട് സെലൻസ്കി ആഹ്വാനം ചെയ്തു. അല്ലെങ്കിൽ അത് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് തുടരും. പൂർണ്ണവും നിരുപാധികവുമായ വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ നിർദ്ദേശം പുടിൻ അവഗണിച്ചിട്ട് 2 മാസമായി എന്നും സെലൻസ്കി പറഞ്ഞു. ഉക്രൈൻ നഗരമായ സുമിയയിൽ സാധാരണക്കാർക്കെതിരെ റഷ്യ നടത്തുന്ന ഭീകര ആക്രമണങ്ങളിൽ താൻ ഭയപ്പെടുന്നു എന്നും റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ ഉപാധികളില്ലാതെ പൂർണ്ണവും ഉടനടിയുള്ളതുമായ ഒരു വെടിനിർത്തലിന് സമ്മതിക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു.
സുമിയിൽ ഞായറാഴ്ച നടന്ന റഷ്യയുടെ മിസൈൽ ആക്രമണം റഷ്യയിൽ വെടിനിർത്തൽ ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത കാണിച്ചു തന്നതായും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. മനുഷ്യജീവനോടും അന്താരാഷ്ട്ര നിയമത്തോടും ഡൊണാൾഡ് ട്രംപ് നടത്തിയ നയതന്ത്ര ശ്രമങ്ങളോടുമുള്ള അവജ്ഞ പ്രകടിപ്പിക്കുന്ന റഷ്യ മാത്രമാണ് യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇന്ന് വ്യക്തമാണ്. റഷ്യയിൽ വെടിനിർത്തൽ ഏർപ്പെടുത്താൻ ശക്തമായ നടപടികൾ ആവശ്യമാണ്. ഫ്രാൻസ് അതിന്റെ പങ്കാളികളോടൊപ്പം ഈ ലക്ഷ്യത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്നു എന്ന് മാക്രോൺ പറഞ്ഞു. ജർമ്മനിയുടെ ചാൻസലർ ഇൻ വെയിറ്റിംഗ് ഫെഡറിക് മെർസ് ഈ ആക്രമണങ്ങളെ ഒരു വഞ്ചനാപരമായ പ്രവൃത്തിയെന്നും ഇത് ഗുരുതരമായ യുദ്ധക്കുറ്റമെന്നും വിശേഷിപ്പിച്ചു. ഭയാനകവും ഭീരുത്വവുമായ പുതിയ റഷ്യ ആക്രമണ സമാധാനത്തിന് അനുകൂലമായ എല്ലാ യഥാർത്ഥ ഇടപെടലുകൾക്കും എതിരാണ് എന്ന് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞു. റഷ്യ അക്രമ പ്രചാരണം തുടരുന്നു. റഷ്യ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഈ യുദ്ധം നിലനിൽക്കുന്നതെന്നും ഒരിക്കൽ കൂടി കാണിക്കുന്നു എന്ന് യൂറോപ്യൻ യൂണിയൻ മേധാവി അന്റോണിയോ കോസ്റ്റ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ പടക്ക നിർമ്മാണ യൂണിറ്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 2 സ്ത്രീകളടക്കം 8 പേർക്ക് ദാരുണാന്ത്യം, 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപകടം നടക്കുമ്പോൾ 15 പേരായിരുന്നു പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്നത്. പടക്കങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി രാസവസ്തുക്കൾ കലർത്തുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നും പോലീസ് വ്യക്തമാക്കി. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ നൽകണമെന്ന് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ജില്ലാ കളക്ടർ വിജയ് കൃഷ്ണന് നിർദ്ദേശം നൽകി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട മെഹുൽ ചോംസ്കി അറസ്റ്റിൽ. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം ബെൽജിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 13,500 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം നേരിടുന്ന ചോംസ്കി ഭാര്യ പ്രീതി ചോംസ്കിക്കൊപ്പം ബെൽജിയത്ത് താമസിച്ചു വരികയായിരുന്നു. CBI എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്നിവ ഉൾപ്പെടെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് അറസ്റ്റ് നടന്നത്. മുംബൈ കോടതി മെഹുൽ ചോംസ്കിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഇത്. 2018-ലും 2021-ലുമായി മുംബൈ കോടതി 2 അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു. സർക്കാർ കേസ് രൂക്ഷമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും ബെൽജിയം ഫെഡറൽ പബ്ലിക് സർവീസ് വിദേശകാര്യ വക്താവും സോഷ്യൽ പ്രസ് മേധാവി ഡേവിഡ് ജോർഡാൻസൺ പറഞ്ഞു. ഇനി മറ്റ് വിദേശ വാർത്തകളിലേക്ക്. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയിൽ നിന്നും അനധികൃതമായി ഭൂമി കൈപ്പറ്റി എന്ന ആരോപണത്തിൽ മുൻ UK നഗരമന്ത്രിയും MPയുമായ തുലിപ് സിദ്ദിഖിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് ബംഗ്ലാദേശ് കോടതി. സിദ്ദിഖ് ഉൾപ്പെടെ ഹസീനയുമായി ബന്ധപ്പെട്ട 53 പേർക്ക് വേണ്ടി ഒരു ജഡ്ജി വാറണ്ട് പുറപ്പെടുവിച്ചതായും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. UKയും ബംഗ്ലാദേശും തമ്മിൽ ഔപചാരികമായ കൈമാറ്റ ഉടമ്പടി നിലവിലില്ല. ഹാംസ്റ്റഡിലെയും ഹൈഗേറ്റിലെയും MPയായ തുലിപ് സിദ്ദിഖ് തന്റെ അമ്മായി ഷേഖ് ഹസീനയുടെ മുൻ ഭരണകൂടവും ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും നിഷേധിച്ചു. ബംഗ്ലാദേശ് അധികാരികൾ അവർക്കെതിരെ അടിസ്ഥാനരഹിതമായ പ്രചരണം നടത്തുന്നുവെന്നും ആരോപിച്ചു. UK ലിബറൽ ഡെമോക്രാറ്റിക് MP വെറ ഹോബ്സ് ഹൗസിന് ഹോങ്കോങ്ങിലേക്ക് പ്രവേശനം നിഷേധിച്ചതിൽ ചൈനീസ് എംബസിയോട് വിശദീകരണം ആവശ്യപ്പെട്ട് UK സർക്കാർ വളരെയധികം ആശങ്കാകുലരാണ്. ഹോങ്കോങ്ങിന് വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്ന മകന്റെ 3 മാസം പ്രായമുള്ള ചെറുമകനെ ആദ്യമായി കാണാൻ കുടുംബസമേതം ഹോങ്കോങ്ങിലേക്ക് പോയ വെറെ വ്യാഴാഴ്ച ഹോങ്കോങ്ങിൽ എത്തിയപ്പോൾ വിമാനത്താവളത്തിൽ തടഞ്ഞുവെക്കുകയും പ്രവേശനം നിഷേധിക്കുകയാണെന്ന് അറിയിക്കുകയുമായിരുന്നു. 5 മണിക്കൂറിനു ശേഷം UKയിലേക്ക് തിരിച്ചയച്ചതായും ബാത്തിന്റെ MPയായ 65-കാരിയായ ഹോബ് ഹൗസ് പറഞ്ഞു. UK ഹോങ്കോങ് കൈമാറിയതിനു ശേഷം ആദ്യമായാണ് ഒരു MPയെ രാജ്യത്തേക്ക് കടക്കുന്നതിൽ നിന്നും വിലക്കുന്നത്. ബ്രിട്ടീഷ് MP ആയതിനാൽ വെറയ്ക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അത് ഞങ്ങൾ വളരെയധികം ഗൗരവമായി എടുക്കും. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി വിശദീകരണം ആവശ്യമാണ് എന്ന് ബിസിനസ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ് പറഞ്ഞു. ഹോങ്കോങ് വിമാനത്താവളത്തിൽ തന്റെ പാസ്പോർട്ട് കണ്ടുകെട്ടിയതായും ഹോബ് ഹൗസ് സൺഡേ ടൈംസിനോട് വ്യക്തമാക്കി. അവരുടെ ജോലിയെക്കുറിച്ചും യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ചും ചോദിച്ചു. അവരുടെ ലഗേജ് പരിശോധിച്ച് കൈക്കലാക്കി. തുടർന്ന് 4 ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അവരെ ബോർഡിംഗ് ഗേറ്റിലേക്ക് കൊണ്ടുപോയി എന്നും രാജ്യത്ത് കടക്കുന്നതിൽ നിന്നും വിലക്കിയതാണെന്നും MP തന്റെ അനുഭവം വിവരിച്ചു. ഹോബ് ഹൗസുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തുവാനും ഒരു ബ്രിട്ടീഷ് MPയോടും കുടുംബത്തോടും ഇത്ര ഭയാനകമായ രീതിയിൽ പെരുമാറിയത് എന്തുകൊണ്ടാണെന്ന് പൂർണ്ണമായി വിശദീകരിക്കാൻ ചൈനീസ് അംബാസഡറെ വിളിച്ചു വരുത്തുവാനും ലിബറൽ ഡെമോക്രാറ്റിക് നേതാവ് എഡ് ഡേവി വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയോട് ആവശ്യപ്പെട്ടു. ഗാസ നഗരത്തിലെ അവസാനത്തെ ആശുപത്രിയായ അൽ അഖ്ലി അറബ് ആശുപത്രിയുടെ ഒരു ഭാഗം ഇസ്രയേലി വ്യോമാക്രമണത്തിൽ തകർന്നു. ആക്രമണത്തിൽ ആശുപത്രിയിലെ തീവ്രപരിചരണ ശസ്ത്രക്രിയാ വിഭാഗങ്ങൾ തകർന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. 2 നില കെട്ടിടത്തിൽ മിസൈലുകൾ പതിച്ചതിനെ തുടർന്ന് വലിയ തീജ്വാലകളും പുകയും ഉയർന്നു.
ആശുപത്രി കിടക്കകളിൽ കഴിയുന്ന ചില രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. തന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ വിസ്കോൺസിൽ നിന്നുള്ള ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടേത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുവാനുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കണ്ടെത്തി FBI. ട്രംപിന്റെ കൊലപാതകത്തിലൂടെ ഒരു രാഷ്ട്രീയ വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ വിദ്യാർത്ഥി ആഹ്വാനം ചെയ്യുകയും ചെയ്തതായി സെർച്ച് വാറന്റിൽ പറയുന്നു. 35-കാരിയായ അമ്മ ഡാറ്റിയാന കാപ്സ്, രണ്ടാനച്ഛൻ ഡൊണാൾഡ് മേയർ എന്നിവരെ കൊലപ്പെടുത്തിയതിന് 17-കാരനായ നികിത കാസബിനെ FBI അറസ്റ്റ് ചെയ്തു. പ്രതിയുടെ ഫോണിൽ ഓർഡർ ഓഫ് 9 ആംഗിൾ എന്ന നവ നാസി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടതും അഡോൾഫ് ഹിറ്റ്ലറെ പ്രശംസിക്കുന്നതുമായും രേഖകളുണ്ടെന്നും FBI ആരോപിക്കുന്നു. സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി ട്രംപിനെ കൊല്ലാനുള്ള തന്റെ പദ്ധതികൾ ആരോപിക്കപ്പെടുന്ന പ്രതിയുടെ രചനകളും അന്വേഷകർ കണ്ടെത്തി. 2 ആഴ്ചയായി നികിത കാസബ സ്കൂളിൽ പോകാത്തതിനെ തുടർന്ന് അവരുടെ വീടുകളിൽ പ്രാദേശിക ഉദ്യോഗസ്ഥർ സന്ദർശിച്ചപ്പോഴാണ് മാതാപിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയുടെ കാറിൽ നിന്നും അച്ഛന്റെ പിസ്റ്റൾ, ദമ്പതികളുടെ 4 ക്രെഡിറ്റ് കാർഡുകൾ, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, $14,000 കറൻസി എന്നിവ കണ്ടെടുത്തു. കൗമാരക്കാരൻ റഷ്യക്കാരുമായി സംസാരിച്ചതായും ഉക്രൈനിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. പോലീസ് സംരക്ഷണം പുനഃസ്ഥാപിക്കുന്നതിനുള്ള തന്റെ നീണ്ട നിയമ പോരാട്ടത്തിൽ തനിക്ക് മനം മടുത്തതായി ഹാരി രാജകുമാരൻ പറഞ്ഞു. തന്റെ പോലീസ് സംരക്ഷണം പിൻവലിക്കുന്നത് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നും ടാബ്ലോയിഡുകളുമായുള്ള നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ തന്റെ എല്ലാ കേസുകളിലും ഇത് എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എന്നും ലണ്ടനിലെ അപ്പീൽ കോടതിയിൽ നടന്ന 2 ദിവസത്തെ വാദം കേൾക്കലിനു ശേഷം രാജകുമാരൻ പറഞ്ഞു. കുവൈറ്റിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് തങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ പുതുക്കുന്നതിനുള്ള ഫീസ് ഇരട്ടിയാക്കി. ഇനി മുതൽ 10 കുവൈറ്റി ദിനാറായിരിക്കും ലൈസൻസ് പുതുക്കാൻ ഫീസ് നൽകേണ്ടത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് ഇതിനോടകം പുറത്തിറങ്ങി. 1976-ലെ 81-ാം നമ്പർ മന്ത്രിതല ഉത്തരവിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നത് സംബന്ധിച്ചാണ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയത്. ഇതനുസരിച്ച് 2025-ലെ പുതുക്കിയ 560-ാം നമ്പർ മന്ത്രിതല ഉത്തരവ് 1-ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഗൽ അൽ യൂസഫ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിപ്പിച്ചു. എമിറേറ്റിൽ റോഡ് അപകട മരണങ്ങളിൽ വലിയ തോതിൽ കുറവ് സംഭവിച്ചതായി കണക്കുകൾ. കഴിഞ്ഞ 18 വർഷത്തിനിടെ റോഡ് അപകട മരണങ്ങളിൽ 90% കുറവാണ് രേഖപ്പെടുത്തിയത്. ദുബായ് റോഡ് സുരക്ഷാ നയം 2022 മുതൽ 2026-ന്റെ പുരോഗതി അവലോകനം ചെയ്യുവാനും 2024-ൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനുമായി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയും ദുബായ് പോലീസും ചേർന്ന് നടത്തിയ യോഗത്തിലാണ് കണക്കുകൾ പുറത്തുവിട്ടത്. സൗദിയുടെ വിവിധ മേഖലകളിൽ ലഹരിവേട്ടയും അനധികൃത കള്ളക്കടത്തുകളും പിടികൂടുന്നതും തുടരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനകളിൽ സ്വദേശികളും വിദേശികളുമായി നിരവധി പേരെ പിടികൂടിയതായി ജനറൽ ഡയറക്ടർ ഓഫ് നാർക്കോട്ടിക് കൺട്രോൾ വിഭാഗം അറിയിച്ചു. ലഹരി മരുന്നുകളുടെ ഇറക്കുമതി തടയാൻ രാജ്യത്തെ വിവിധ കസ്റ്റംസുകളിലും മറ്റു ശക്തമായ പരിശോധനകളാണ് നടന്നുവരുന്നത്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരെ കഴിഞ്ഞ ദിവസങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് മേൽ നടപടിയെടുക്കുന്നതിന് ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയേക്കും. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ അയച്ചു കൊടുത്താൽ 3 മാസത്തിനകം രാഷ്ട്രപതി നടപടിയെടുത്തിരിക്കണമെന്നും സുപ്രീം കോടതി വിധിയിൽ പറയുന്നു. തീരുമാനമെടുക്കാനായില്ലെങ്കിൽ രാഷ്ട്രപതി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ കാരണം അറിയിക്കണമെന്നാണ് ജസ്റ്റിസ് JB പർദിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ വിധിച്ചത്. തിരിച്ചയച്ച ബിൽ മാറ്റങ്ങളില്ലാതെ നിയമസഭയിൽ വീണ്ടും പാസാക്കി ഗവർണറുടെ മുന്നിലെത്തിയാൽ 1 മാസത്തിനകം അംഗീകരിക്കണമെന്നതുൾപ്പെടെ ഗവർണർമാർക്കും കൃത്യമായ സമയപരിധി ഇതേ വിധിയിൽ കോടതി നിർദ്ദേശിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വാദഗതികൾ കേസിൽ കൃത്യമായി പ്രതിഫലിച്ചിട്ടില്ല എന്ന അവലോകനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുനഃപരിശോധനാ ഹർജി. ഗുജറാത്ത് തീരത്ത് നടത്തിയ വൻ ലഹരിവേട്ടയിൽ 1800 കോടി രൂപ വില വരുന്ന ലഹരി മരുന്ന് പിടികൂടി. കോസ്റ്റ് ഗാർഡും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് 300 കിലോ ലഹരി വസ്തുക്കൾ പിടികൂടിയത്. കടലിൽ നിന്നും കണ്ടെടുത്ത ചരക്ക് കൂടുതൽ അന്വേഷണത്തിനായി ADS-ന് കൈമാറിയതായി ICG പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഉടനീളമുള്ള NCBയും പോലീസ് സേനയും 2024-ൽ
16,914 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തു. ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ കുരുത്തോല പ്രദക്ഷിണത്തിനുള്ള അനുമതി നിഷേധിച്ച് പോലീസ്. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അനുമതി നിഷേധിച്ചത്. സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്കായിരുന്നു പ്രദക്ഷിണം ഉദ്ദേശിച്ചിരുന്നത്. പോലീസ് കുരുത്തോല പ്രദക്ഷിണം ഒഴിവാക്കി വിശ്വാസികളോട് നേരിട്ട് പള്ളിയിലെത്താൻ ആഹ്വാനം ചെയ്തു. പോലീസ് നടപടിയിൽ ഡൽഹി അതിരൂപതയുടെ കാത്തലിക് അസോസിയേഷൻ അഗാധമായ വേദനയും നിരാശയും പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 15 വർഷമായി കുരിശിന്റെ വഴി ഓശാന ഞായർ ദിനം നടത്താറുണ്ടെന്നും ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് സ്വാമിനാഥൻ പറഞ്ഞു. സേക്രഡ് ഹാർട്ട് ചർച്ചിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷത മൂല്യങ്ങളുടെയും ലംഘനമാണ് ഇതെന്നും ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഖനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. UK പൗണ്ട് ഇന്നത്തെ മൂല്യം. ഒരു പൗണ്ട് 112.67 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 86.10 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 97.60 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.31 US ഡോളർ. ഇനി സ്പോർട്സ്. IPL-ൽ ഡൽഹിയുടെ വിജയക്കുതിപ്പിന് കടിഞ്ഞാണിട്ട് മുംബൈ ഇന്ത്യൻസ്. മുംബൈക്ക് 12 റൺസിന്റെ ജയം. 206 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി 193 റൺസിന് ഓൾ ഔട്ടായി. ഡൽഹി ക്യാപ്സിന്റെ ആദ്യ പരാജയമാണിത്. 19ാം ഓവറിലെ 3 റണ്ണൌട്ടുകളാണ് മത്സരം മാറ്റിമറിച്ചത്. സീസണിലെ മുംബൈയുടെ 2ാം ജയമാണിത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക വ്യാപാര യുദ്ധത്തിൽ US-നെതിരെ പ്രതിരോധം തീർക്കാൻ കളത്തിലിറങ്ങി ചൈന. അയൽ രാജ്യങ്ങളെ ഒപ്പം കൂട്ടും. അമേരിക്ക നടപ്പാക്കിയ പകരച്ചുങ്കം പൂർണ്ണമായി റദ്ദാക്കണമെന്ന് ചൈന. സുഡാനിലെ സൈന്യത്തിനെതിരെ നീങ്ങുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ ആക്രമണങ്ങളിൽ 200-ലധികം സാധാരണക്കാരെ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. പുടിൻ എന്താണ് ചെയ്തതെന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ ട്രംപിനോട് ഉക്രൈൻ സന്ദർശിക്കാൻ ആവശ്യപ്പെട്ട് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. കുവൈറ്റിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ പുതുക്കുന്നതിനുള്ള ഫീസ് ഇരട്ടിയാക്കി. എമിറേറ്റിൽ കഴിഞ്ഞ 18 വർഷത്തിനിടെ റോഡ് അപകട മരണങ്ങളിൽ 90% കുറവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ. സൗദിയുടെ വിവിധ മേഖലകൾ ലഹരിവേട്ടയും അനധികൃത കള്ളക്കടത്തും പിടികൂടുന്നത് തുടരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട മെഹുൽ ചോംസ്കി അറസ്റ്റിൽ. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം ബെൽജിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് മേൽ നടപടിയെടുക്കുന്നതിന് ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധന ഹർജി നൽകിയേക്കും. ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ കുരുത്തോല പ്രദർശനത്തിനുള്ള അനുമതി നിഷേധിച്ച പോലീസ്. നടപടി പ്രതിഷേധാർഹമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.